മുഖ്യമന്ത്രി മുനമ്പത്തെ ജനങ്ങളുമായി മുനമ്പം വിഷയത്തിൽ അവർ സമരം തുടരുകയായിരുന്നു. അവിടുത്തെ ജനങ്ങളുമായി മുഖ്യമന്ത്രി അല്പം മുമ്പ് ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ച ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അതിനുശേഷം മുനമ്പത്തെ ജനങ്ങളുടെ പ്രതികരണം കൂടി വരുന്നുണ്ട്. ആ വിവരങ്ങളിലേക്ക് പോകുമ്പോൾ അർച്ചന വിനോദാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അർച്ചന, ആദ്യഘട്ടത്തിൽ ഇങ്ങനെയൊരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കുമ്പോൾ അതുമായി സഹകരിക്കില്ല എന്നൊരു നിലപാടായിരുന്നു സമരസമിതി സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയുമായുള്ള യോഗത്തിന് ശേഷം ആ തീരുമാനത്തിൽ ഉൾപ്പെടെ മാറ്റം വരുന്നു. അതായത് ചർച്ച പോസിറ്റീവായി അവസാനിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് മനസ്സിലാകുന്ന വിവരങ്ങൾ? അഷിത, തീർച്ചയായും. കാരണം ഇന്നലെ അവർക്ക് ചെറിയ രീതിയിൽ ആശങ്കകൾ ഉണ്ടായിരുന്നു. അതായത് ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചാൽ ഇത് നീണ്ടുപോകുമോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ നേരിട്ട് ഓൺലൈനായി ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞതും. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചർച്ച പൂർത്തിയായിരിക്കുന്നു. അവർക്ക് പൂർണ്ണമായും അനുകൂലമായ തീരുമാനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് സമരസമിതി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ അവർക്ക് യാതൊരു തര ആശങ്കയോ ഭയപ്പാടുമില്ല. അത്തരത്തിൽ കൃത്യമായ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് ഈ ജുഡീഷ്യൽ കമ്മീഷൻ എന്നത് മാത്രമല്ല, ഇത് ഉടനെ തന്നെ ഇത്തരത്തിൽ ഈ കമ്മീഷന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നും അവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതായത് 3 മാസത്തിനുള്ളിൽ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഉറപ്പിന്മേലാണ് ഇപ്പോൾ അവർ വിശ്വസിക്കുന്നത്. എന്തായാലും 42 ദിവസം നീണ്ടുനിന്ന സമരമാണ്. വിവിധ തരത്തിലുള്ള ആശങ്കകൾ അവരെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഈ 614 കുടുംബങ്ങളാണ് ഇത്തരത്തിൽ ആശങ്ക സാഹചര്യത്തിൽ നിൽക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുമായുള്ള ഇപ്പോൾ യോഗത്തിൽ ഇവർ പൂർണ്ണ തൃപ്തരാണ്. പൂർണ്ണമായും പോസിറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് ഇവർ പ്രധാനമായും പറയുന്നത്. മാത്രമല്ല, ഈ ജുഡീഷ്യൽ കമ്മീഷനുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും സമരസമിതി വ്യക്തമാക്കുന്നുണ്ട്. ഈ കമ്മീഷന്റെ രൂപരേഖയെക്കുറിച്ചുള്ള സ്വഭാവമാണ് അറിയാനുള്ളത്. അത് ഉടനെ അറിയിക്കുമെന്ന് മുഖ്യമന്ത്രി ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. വഖഫിന്റെ ആസ്തി വിവര പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതുവരെ നിരാഹാര സമരം തുടരാനാണ് ഇവരുടെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാൻ അവർ ഒരു പൊതുയോഗം വിളിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും സമരം തുടരണമോ അല്ലെങ്കിൽ സമരം അവസാനിപ്പിക്കണോ എന്ന കാര്യങ്ങളടക്കം തീരുമാനിക്കുക. എന്തായാലും ഇന്ന് 4 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. അതിൽ എറണാകുളം ജില്ലാ കളക്ടർ, MLA മാർ, റവന്യൂ മന്ത്രി തുടങ്ങിയവരെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഈ സമരസമിതി ഭാരവാഹികളും പങ്കെടുത്തിരുന്നു. ഈ യോഗത്തിലാണ് ഇപ്പോൾ പൂർണ്ണമായും തൃപ്തരായിക്കൊണ്ട് ഇവർ ഈ മുഖ്യമന്ത്രി വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ ബോധ്യപ്പെട്ടത്. എന്തായാലും ഈ 3 മാസത്തിനുള്ളിൽ തന്നെ ഇവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണും. ഈ ജുഡീഷ്യൽ കമ്മീഷൻ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നീക്കുമെന്നും ഇപ്പോൾ അർച്ചന, നോക്കൂ, ഇവിടെ ഈ റവന്യൂ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം അവർക്ക് വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. ആ ഭൂമി അവരുടേതാണെന്ന ആ നിലയിൽ പതിച്ചു കൊടുത്താൽ മാത്രം പോരാ, റവന്യൂ അവകാശങ്ങൾ ഉൾപ്പെടെ പുനഃസ്ഥാപിക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം. സ്വാഭാവികമായും ആ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ചർച്ചയിൽ ഉയർന്നു വന്ന് കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആ വിഷയത്തിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി അവർക്ക് നൽകുന്ന ഉറപ്പ് എന്താണ് അർച്ചന? പൂർണ്ണമായും എല്ലാ നിയമപരിരക്ഷയും ഉറപ്പ് നൽകിക്കൊണ്ട് തന്നെയാണ് ഇന്നലെ ചർച്ച ഉണ്ടായിരുന്നത്. കാരണം ഈ ജുഡീഷ്യൽ കമ്മീഷൻ വരുന്നത് കൂടി അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യും. അവരുടെ എല്ലാ വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കീഴിൽ വരും. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും അവർക്ക് ഉറപ്പ് നൽകിയിരുന്നു. അത് ഇന്നലെ അവർക്ക് അതിന്റെ പൂർണ്ണ സ്വഭാവം എന്താണെന്ന് മനസ്സിലായിരുന്നില്ല. അതുകൊണ്ടാണ് അത്തരത്തിലൊരു വൈകാരികമായ പ്രകടനം നമ്മൾ ഇന്നലെ കണ്ടത്. അവരുടെ ആശങ്കയും അത്തരത്തിലായിരുന്നു. എന്നാൽ ഇന്ന് അതിന് കൃത്യമായ ഒരു വിശദീകരണം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ അവർക്ക് വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അവർക്ക് അനുകൂലമായ ഒരു യോഗമാണ് നടന്നതെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കിയതും. ജുഡീഷ്യൽ വഖഫിന്റെ ആസ്തി വിവര പട്ടികയിൽ നിന്നും ഒഴിവാക്കുക എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമുണ്ടായിരുന്നത്. അതിനൊക്കെ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഇവരുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് വായ്പ എടുക്കാനോ അല്ലെങ്കിൽ കരമടയ്ക്കാനോ കഴിയുന്നില്ല എന്തായിരുന്നു അവരുടെ പ്രധാന പ്രതിസന്ധി. അത്തരത്തിലുള്ള വിഷയങ്ങൾക്കെല്ലാം തന്നെ നിയമപരീക്ഷ നൽകുമെന്ന് ഇന്നലെ തന്നെ ഈ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അതെല്ലാം ഇന്ന് കൂടുതൽ വിശദീകരിച്ച് അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്തത്. അതിലവർ ഇപ്പോൾ പൂർണ്ണ തൃപ്തരാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ യോഗത്തെ അവർ വളരെ അനുകൂലമായി തന്നെയാണ് കാണുന്നത്. ശരി, അർച്ചന വിനോദാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി മുനമ്പത്തെ സമരക്കാരുമായി ചർച്ച നടത്തിയിരുന്നു. ചർച്ച പോസിറ്റീവാണ് എന്ന് പ്രതികരിക്കുകയാണ് സമരസമിതി. ജുഡീഷ്യൽ കമ്മീഷനുമായി സഹകരിക്കുമെന്നും സമരസമിതി മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം അറിയിക്കുന്നു. അർച്ചന വിനോദ് വിവരങ്ങൾ നൽകിയത്.